ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ കൊട്ടാരക്കര അമ്പലത്തിൽ പോകാൻ പോവാം കേട്ടോ. ഞങ്ങളെല്ലാവരും റെഡിയായി ഇറങ്ങി. ഏട്ടനുണ്ട്, അമ്മയുണ്ട്, പിന്നെ ചേച്ചിയുടെ മോളുണ്ട്. അവൾക്ക് നാളെ +2 അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ദിവസം. അപ്പം അതിന് മുന്നേ ആയിട്ട് പോയി തൊഴാൻ നല്ലതല്ലേ. അങ്ങനെ ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചതാണ്. പെട്ടെന്ന് അവളും കൂടെ റെഡിയായി ഇറങ്ങി വന്നു. പിന്നെ ഞങ്ങൾ പോയി. അങ്ങനെ ദാണ്ടേ അമ്പലത്തിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുന്ന ആ ഒരു വഴിയും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ്. ഇവിടുന്ന് ഈ അമ്പലം കാണാനൊക്കെ ഒരു പ്രത്യേക ചൈതന്യം. അങ്ങനെ വൈകുന്നേരം ആയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് 5 മണിക്കെങ്ങാണ്ടാണ് തിരിച്ചത് വീട്ടിൽ നിന്ന്. അപ്പോൾ അവിടെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അമ്പലക്കുളത്തിൻ്റെ ആ ഒരു ഭാഗമാണ് കാണുന്നത്. വലിയ അമ്പലക്കുളം, നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഞങ്ങൾ ദാണ്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ സൈഡ് വഴി റോഡ് സൈഡിലെല്ലാം നിറയെ കടകളുണ്ട്. ഇതുപോലെ കുറേ കടകളുണ്ട്. ഞങ്ങൾ ദാണ്ടേ അതിൻ്റെ വാതിലിലെത്താറായി. പണ്ടൊക്കെ ഇഷ്ടംപോലെ എപ്പോഴും പോകുന്നൊരു അമ്പലമായിരുന്നു. ഇപ്പം കുറഞ്ഞു. പിന്നെ ഇപ്പം ഏട്ടൻ്റെ കൂടെ വന്നേ പിന്നെ പറ്റുന്ന പോലെയൊക്കെ പോകുന്നുണ്ട്. എല്ലാ മാസം 1-ാം തീയതിയൊക്കെ പോകണമെന്ന് ആഗ്രഹം. അപ്പോൾ പറ്റുന്ന രീതിക്കൊക്കെ പോവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇവിടെ ഈ അമ്പലത്തിൽ പോയിട്ടുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. കൊല്ലക്കാർ പിന്നെ പോകാത്തതായിട്ട് ആരും കാണത്തില്ലല്ലോ. പിന്നെ പുറത്തുനിന്ന് ഉള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ. ഇതാണ് എൻട്രൻസ്. ധാരാളം ആളുണ്ട് കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും, അല്ലെങ്കിലും ഭയങ്കര ആളായി. പിന്നെ ഞങ്ങൾ കണ്ട് മോനെ അമ്മയുടെ ഏട്ടൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ കണ്ട് തൊഴാൻ വന്നപ്പോൾ അമ്പലക്കുളം വരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ അമ്പലക്കുളത്തിൽ നിന്ന് വെള്ളമൊക്കെ കുടഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്ന്. നല്ല രസമാണ്, വലിയ അമ്പലക്കുളം. പണ്ട് ഇഷ്ടംപോലെ മീനെ കാണുന്നുണ്ടായിരുന്നു അവിടെ. പക്ഷേ ഈ വട്ടം പോയപ്പോൾ എന്തോ മീനെ ഒന്നും കാണാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കടയിൽ പോയി കറുകമാല വാങ്ങിയിട്ടുണ്ടായിരുന്നു. കറുകമാലയാണല്ലോ ഭഗവാന്, അതായത് ഗണപതി ഭഗവാൻ അവിടെ ഏറ്റവും ഇഷ്ടമുള്ള സാധനം. പ്രധാന പ്രതിഷ്ഠ മഹാദേവനാണെങ്കിൽ പോലും മകൻ്റെ പേരിലാണ് അമ്പലം പ്രശസ്തമായിട്ട് അറിയപ്പെടുന്നത്, അതായത് ഗണപതി ഭഗവാന്റെ. അപ്പോൾ ഞങ്ങൾ തൊഴുതെന്തായാലും ഇറങ്ങി. അവിടെ ഒരു കണ്ണാടിയൊക്കെ വെച്ചിട്ടുണ്ട്. അതിലൊക്കെ പോയി ഇങ്ങനെ ചന്ദനമൊക്കെ നോക്കി. പിന്നെ ഞങ്ങൾ ചുറ്റമ്പലത്തിലുള്ള മറ്റ് ദേവതകളെല്ലാം പ്രാർത്ഥിച്ച് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നടന്ന് ഞങ്ങൾ തിരിച്ച് പോകാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ നിറയെ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം അവിടെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് തിരിച്ചിറങ്ങും വഴിയാണ് ഓരോരോ കാര്യങ്ങൾ കാണുന്നത്. അവിടെ ഒരുപാട് പുതിയ കാര്യങ്ങളുണ്ട്. ഈ എഴുതി കാണിപ്പൊന്നും പണ്ടില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് അവിടെ എവിടെയും ഇല്ലാത്തൊരു കാര്യമുണ്ട്, QR കോഡ് ഭണ്ഡാരപ്പെട്ടി. ഞാൻ അവിടെ മാത്രമേ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അതിനതൊരു അപ്ഡേഷനാണ്. സാധാ ഭണ്ഡാരപ്പെട്ടിയുണ്ട്, QR കോഡും ഉണ്ട്. പിന്നെ ഞങ്ങൾ തിരിച്ച് പുറത്തിറങ്ങിയപ്പോൾ ദാണ്ട് അച്ഛനും മോനും ഞങ്ങളെ കാത്തേക്കാണ്. അമ്മ വണ്ടിയിലിരിക്കുക. പിന്നെ ഞങ്ങൾ നടന്ന് വണ്ടിയുടെ അടുത്തോട്ട് പോയി. പാർക്കിങ്ങാണ് ഏറ്റവും ബുദ്ധിമുട്ട്. കാരണം ഇത്രയും ആളുകൾ വരുന്നില്ലേ, അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലമൊക്കെ ആവുമായിരിക്കും ഭാവിയിൽ. വലിയ ഇതൊക്കെ ആവട്ടെ. അങ്ങനെ ഞങ്ങൾ 3 പേരും സെൽഫി എടുക്കാൻ തുടങ്ങിയത്. പിന്നെ അത് വീഡിയോ ആക്കി. പിന്നെ തിരിച്ച് ഞങ്ങൾ പോകുന്ന വഴിയാണ്. രാത്രി അതുവഴി ചുറ്റി ഇങ്ങനെ പോകുമ്പം നമ്മൾ അവിടെ നിന്നുള്ള വ്യൂ തിരിച്ച് നമ്മൾ വരുന്ന വഴിക്ക് കാണുന്ന പോലെ തന്നെ രാത്രി ഒരുപാട് ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല രസമൊക്കെ കാണാൻ. പിന്നെ അടുത്ത പ്രധാന വഴിപാടാണ് ഉണ്ണിയപ്പം നേർച്ച ചെയ്യുന്നത്. അതും വാങ്ങി നമ്മളൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാതിരിക്കുക. ഏതൊരമ്പലത്തിൽ പോയാലും പണ്ട് മുതലേ, എൻ്റെ ചെറുപ്പം മുതലേ ഞങ്ങളങ്ങനെ ഏതൊരമ്പലത്തിൽ പോയാലും തിരിച്ച് വരുമ്പോൾ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് കയറി എന്തെങ്കിലും കഴിക്കാറുണ്ട്. അതിനിപ്പോഴും ഒരു മാറ്റമില്ല. അതൊരു രസമാണ്. അങ്ങനെ പോകുന്നവരുണ്ടെങ്കിലും കമൻറ്റ് ചെയ്തോളൂ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് നമ്മുടെ പച്ചിലവളമുണ്ട്, കുന്നിക്കോട്. ആ ഭാഗത്തായിട്ടൊരു മുസ്ലിം പള്ളിയുണ്ട്. അത് നമ്മൾ അങ്ങോട്ട് ഏതെങ്കിലും യാത്രയ്ക്ക് പോകുമ്പോഴാണെങ്കിലും തിരിച്ച് വരുന്ന വഴിക്കാണെങ്കിലും നമ്മളവിടെ എപ്പോഴും വണ്ടി നിർത്തി കാണിക്കൽ വഞ്ചിയിൽ പൈസയൊക്കെ ഇട്ടിട്ടേ നമ്മൾ വീട്ടിൽ പോകാറുള്ളൂ. നമ്മുടെ ഒരു വിശ്വാസമാണ്. അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമല്ലേ. അങ്ങനെ ഞങ്ങളവിടെ ഇറങ്ങി പൈസ ഇട്ടു. തിരിച്ച് നമ്മുടെ നടത്തി ഞങ്ങളുടെ വരുന്ന വഴിക്ക് കോട്ടോട്ടം ജംഗ്ഷനിലാണെങ്കിൽ ഒരു മാതാവിൻ്റെ പ്രതിമയുണ്ട്. ഭയങ്കര രസമാണ്. അതൊക്കെ കടന്നാണ് നമ്മുടെ സ്ഥലത്തോട്ട് പോകുന്നത്. ഇന്ന് വളരെ നല്ലൊരു ദിവസമായിരുന്നു. എന്തായാലും അമ്പലത്തിലും ഒക്കെ പോയി തൊഴുത്
എന്തായാലും എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. എന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് കാണുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് ഇനി കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.